മക്കളെ നമ്മൾ പത്താം ക്ലാസ്സിലെ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നാണ്. ലൈറ്റ് നമുക്കറിയാം അല്ലേ, ഫോം ഓഫ് എനർജിയാണ്. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസാണ് നമ്മൾ ചാപ്റ്റർ മൊത്തം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതുകൂടാതെ ലൈറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. എന്താ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ബിഹേവിയറിനെ പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, അവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റിലെ ലൈറ്റ് നമുക്ക് കണ്ണിന് വിസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ആ കളർ റിഫ്ലക്റ്റ് അല്ലെങ്കിൽ ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് മീഡിയ ആയിട്ട് കാണുന്നത്. ഇനി അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് പോകുന്നത് അല്ലേ. ഒരു ഷാഡോ, ഒരു സ്മാൾ സോഴ്സ് ഓഫ് കാസ്റ്റ്, ഷാർപ്പ് ഷാഡോ ഓഫ് ഒപ്പേക്ക്, അതായത് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ്, അതായത് ലൈറ്റിനെ കടന്ന് ഇടാത്ത ഒരു വസ്തുവിൻ്റെ ഷാഡോ നമുക്ക് കാണാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? അവിടെ അത്ര ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്? അതെന്ന് പറഞ്ഞാൽ റേ ഓഫ് ലൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ലൈറ്റ് ഒരു ഫ്ലവറിൽ വന്ന് തട്ടി ആ ഫ്ലവറിൽ നിന്ന് കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ ആ ഫ്ലവറിനെ ബ്രെയിനേഴ്സ് എന്താ പറയുക, ഒപ്റ്റിക് നെർവ് വഴി ക്യാപ്ചർ ചെയ്ത് ബ്രെയിൻ അതിനെ എന്താണ് പറയുക, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് ആ ഇമ്പൾസ് എത്തിച്ച് നമ്മൾ അവിടെ ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ആ ഫ്ലവറിനെ കാണുന്നു. റോസ് ആണെങ്കിൽ റോസ് കാണുന്നു അല്ലേ. ഇനി വളരെ സ്മോൾ ആയിട്ടുള്ള ഒപ്പേക്ക് ഒബ്ജക്റ്റിലൂടെ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റിനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി ലൈറ്റിനുണ്ട്. ഇതിന് നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയാം. അവിടെ സ്ട്രെയിറ്റ് ലൈൻ കൺസെപ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഫെയിൽ ആവുന്നുണ്ട്. ഇനി ഈ ലൈറ്റിന് വേവ് നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേവിൻ്റെ ഒരു നേച്ചറും കൂടെ ഉണ്ട്. ഓക്കെ, അതുകൂടാതെ വേവ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാക്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് മാറ്ററിനെയും ഒക്കെ നമുക്ക് അതിലേക്ക് ലൈറ്റിൻ്റെ കൂടുതൽ ബിഹേവിയേഴ്സിനെ എന്താ പറയുക, കുറച്ചുകൂടെ ഡെപ്തിൽ പോകുന്ന സമയത്ത് ഈ വേവ് നേച്ചർ കൊണ്ട് മാത്രം ലൈറ്റിനെ നമുക്ക് മൊത്തം പറഞ്ഞ പ്രോപ്പർട്ടീസിനെ വ്യക്തമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയറും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിലേക്ക് നേച്ചറും ലൈറ്റിനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ലൈറ്റ് ഒരു വേവും അല്ല, ഒരു പാർട്ടിക്കിളും അല്ല. അതെന്ന് പറയുന്നത് വേവ് നേച്ചറായിട്ടാണ് കാണിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണെന്ന് പറയുന്ന ലോ എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ ലൈറ്റ് വന്ന് തട്ടി തിരിച്ച് എന്ത് വരുന്നു? തിരിച്ച് നമ്മളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിൽ ഒരു പ്ലെയിനിൽ വന്ന് തട്ടുന്ന ഇൻസിഡൻറ്റ് റേ അതിന് റിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നതിനല്ലേ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് നോർമലിന്, അതായത് ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ നോർമൽ ഓഫ് ദ മിററിൻ്റെ ഒരു പോയിന്റിൽ തട്ടുകയും റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് അതേ സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് റേ ഏത് പ്ലെയിനിലാണ് ഫോം ചെയ്തത് അതേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേയും ഫോം ചെയ്യുന്നത്. ഈ ലോ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്റ്റഡ് സർഫസസ് ഇൻക്ലൂഡിങ് സ്ഫെറിക്കൽ സർഫസസിൽ ഈ ലോ ആപ്ലിക്കേറ്റബിൾ ആണ്. ഒരു ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ്, അതായത് മിറേഴ്സിലൊക്കെ എന്താണ്? റിഫ്ലക്സ് മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ഫാളിങ് ഓൺ ഇറ്റ്. അതായത് ഒരു മിറർ എന്ന് പറയുമ്പോൾ ഒരു സർഫസ് എന്താണ്? പോളിഷ്ഡ് ആണ് അല്ലേ, അവിടെ ലൈറ്റിനെ കടത്തി വിടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ, അങ്ങനെയുള്ള സർഫസുകളിൽ ലൈറ്റ് വന്ന് തട്ടുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത് ഇവിടെ. ഇനി പറയാൻ പോകുന്നതാണ് ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് എപ്പോഴും വിർച്വലാണ്. അതായത് റിയൽ ആയിട്ടല്ല കാണുന്നത്, അത് വിർച്വൽ ഇമേജിങ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇറക്റ്റ് ആണ്, നേരെ അല്ല, അത് തലതിരിച്ച് കുത്തനെയാണ് അത് കാണപ്പെടുന്നത്. ഈ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസിനോട് ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ബിഹൈൻഡ് ദ മിററിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ഓഫ് ഇറ്റ്, ഒരു വസ്തുവിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ബിഹൈൻഡിലായിട്ട്, അതായത് മിററിൻ്റെ ബിഹൈൻഡിലായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ ഇമേജ് എന്ന് പറയുന്നത് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞതാണ് കർവ്ഡ് മിറേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഇമേജ് ഫോർമേഷൻ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പൂൺ നമ്മൾ എടുക്കുന്നു, സ്പൂണിന് ഒരു കർവ്ഡ് സർഫസ് ഉണ്ടല്ലോ. ആ കർവ്ഡ് സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണാൻ ശ്രമിച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ചിലപ്പോൾ നമ്മുടെ ഷേപ്പ് ചെറുതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ചെറുതായിട്ട് കാണിക്കും, ചിലപ്പോൾ അത് വലുതായിട്ട് കാണിക്കും, ചിലപ്പോൾ നേരെ കാണിക്കും, ചിലപ്പോൾ ഇറക്റ്റായിട്ട് കാണിക്കും അല്ലേ.
അപ്പോൾ അതിനെയാണ് പറയുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ കർഡ് മിറർ എന്ന് പറയുന്നത്. അതായത് കർഡ് സർഫസുകൾ ലൈക്ക് ഷൈനിങ് സ്പൂൺ കർഡ് മിറർ ആണെങ്കിൽ അവിടെ കോൺകേവ് സൈഡ് ആണെങ്കിൽ, കോൺകേവ് എന്ന് പറയുമ്പോൾ എന്താണ്, അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ റിയലും ഇൻവെർട്ടഡും ഡിമിനിഷ്ഡും ആയിരിക്കും. അതായത് റിയൽ ഇമേജ് ആണ് ഇൻവെർട്ട് ചെയ്ത ഒരു ഇമേജ് ആയിരിക്കും, അതുപോലെ എന്താണ് ഡിമിനിഷ്ഡ് ചെറിയൊരു ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഈ സ്പൂൺ എന്ന് പറയുന്നത് മൂവ് എവേ ചെയ്യുന്നതനുസരിച്ച് ഇമേജ് എന്ത് ചെയ്യുന്നത്, സ്മോൾ ആയിട്ട് കൊണ്ടിരിക്കുന്നു. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് കർഡ് മിററിനെയാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഇനി മിറേഴ്സ് ആർ സ്പെറിക്കൽ റിഫ്ലക്റ്റിംഗ് സർഫസസ് ആണ്. അത് 2 ടൈപ്സ് ഉണ്ട്, കോൺകേവും ഉണ്ട് കോൺവെക്സും ഉണ്ട്. കോൺകേവ് എന്ന് പറയുന്നത് കർവ്ഡ് ഇൻവേർഡ്സും ആണ്, കോൺവെക്സ് എന്ന് പറയുന്നത് എന്താണ്, കർവ്ഡ് ഔട്ട്വേർഡ്സും ആണ്. ഓക്കെ, പോൾ എന്ന് പറയുന്ന ഒരു മിററിന്റെ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ്, സെന്റർ ഓഫ് ദ സ്ഫിയർ ആണ്. അത് മിററിന്റെ പാർട്ടല്ല. പിന്നെ ഫ്രണ്ട് മിററും ഫ്രണ്ട് ഓഫ് ദ കോൺകേവ് മിറർ ആൻഡ് ബിഹൈൻഡ് ഓഫ് കോൺവെക്സ് മിററിലാണ് എന്തുള്ളത്, സെന്റർ ഓഫ് കർവേച്ചർ ഉള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്, റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. ഡിസ്റ്റൻസ് പി സി എന്നാണ്, റേഡിയസ് ഓഫ് ദ കർവേച്ചർ ആണ്. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഇമാജിനറി സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോള ബോളിൻ സെന്റർ ഓഫ് കർവേച്ചറിന് ഇടയ്ക്കൂടെ പോകുന്ന ഒരു ഇമേജിനറി പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അതെപ്പോഴും മിററിന്റെ പോളിന് നോർമൽ ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മൾ ഈ റിഫ്ലക്റ്റഡ് സർഫസ് ഓഫ് കോൺവേവ് മിറർ എന്ന് പറഞ്ഞാൽ സണ്ണിൽ വെച്ചിട്ട് ആ ഇനി എന്താ പറയും റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റിന് പേപ്പറിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ പേപ്പർ എന്താണ് മൂവ് ദ പേപ്പർ ടു ഫൈൻഡ് ബ്രൈറ്റും ഷാർപ്പ് സ്പോട്ട് ഓഫ് ലൈറ്റിലേക്ക് മാറ്റുന്നതനുസരിച്ച് എന്ത് പറ്റുന്നു, പേപ്പർ ബേൺ ആവുന്നു. യെസ്, ഇവിടെ നമ്മൾ പറയുന്നൊന്നുമില്ല. ഒരു കോൺകേവ് മിററോ കോൺവെക്സ് മിററോ എടുക്കുക, പ്രത്യേകിച്ചും കോൺകേവ് മിറർ എടുക്കുമ്പോഴാണ് ഇത് നമുക്ക് ഹൈലി എഫക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് അതിൽ ലൈറ്റ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ട് അതൊരു പേപ്പറിലോട്ട് കാണിക്കുമ്പോൾ ആ പേപ്പർ എന്ത് ചെയ്യും, ബേൺ ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് പോയിന്റ്സ് ചെയ്യുന്നു അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ലൈറ്റ് പാർട്ടിക്കിൾസ് ടു എ പോയിന്റ് ആൻഡ് ക്രിയേറ്റിംഗ് എ ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് ദസ് ദ ബർണിംഗ് ഓഫ് ദി പേപ്പർ ഒക്യൂർസ് അല്ലേ. ഇതിൻ്റെ കാരണം എന്താണ്, ഈ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺവേർജ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റ് തട്ടുന്നില്ല, അതിനെയാണ് ഫോക്കസ് ഓഫ് കോൺവേവ് മിറർ എന്ന് പറയുന്നത്. ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ എന്ത് ചെയ്യുന്നു, പേപ്പർ ഇഗ്നേറ്റ് ആവാനും തുടങ്ങുന്നു. ഈ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ഇമേജ് ഫ്രം പൊസിഷൻ ഓഫ് ദ മിററിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇമേജിന് ഈ മിററിന്റെ പൊസിഷനിലോട്ട് ഉള്ള, അതായത് ഈ ഇമേജ് ഫ്രം ദ പൊസിഷൻ ഓഫ് മിറർ, ഇമേജ് പൊസിഷൻ ഓഫ് മിററിന് എത്ര ദൂരം നിൽക്കുന്നു എന്ന് പറയുന്നതിനാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമുക്ക് ഈ ഡയഗ്രാം വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു കോൺകേവ് മിററിൽ എപ്പോഴും എന്താണ് ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൺവെർജൻറ്റ് ഓഫ് എ ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ കോൺവെക്സ് മിററിൽ എന്താണ് ഡൈവർജൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലൈറ്റ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വെർച്വൽ റീജിയനിൽ അതിൻ്റെ ഫോക്കസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു ഫോക്കസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് നമുക്ക് സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി ക്ലാസ് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.